ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മൻ സ്റ്റോറിയാണ്. ഞാൻ എവിടെയാണ് പഠിച്ചത്, ഞാൻ ഏത് എക്സാമാണ് എഴുതിയത്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. 2022 ജർമ്മൻ പഠിക്കാൻ വേണ്ടി കയറുന്നത്. A1 അങ്ങനെ ഓരോ ലെവൽസ് 1.5 മാസം ഉണ്ടായിരുന്നു. ജർമ്മൻസാണ് നമ്മളെ പഠിപ്പിച്ചത്. നല്ല ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ B2 വരെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഈ ജർമ്മൻ എക്സാം, നമുക്ക് ചെറിയൊരു ഫിയർ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ജർമ്മൻ എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ 2 എക്സാം, ലേസന് യോറന് മാത്രം. ഞാൻ ഡൽഹിയിലാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ ഡൽഹിയിൽ പോയി എഴുതി. പിന്നെ ഡൽഹി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇതിലൊക്കെ ഡൽഹിയിൽ പോയി ഞാൻ എക്സാം എഴുതി. പക്ഷെ ഞാൻ ആ പോകുന്നൊരു ട്രിപ്പ് മൈൻഡിൽ ഞാൻ അത്ര നന്നായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തന്ന് എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്കും 2-3 മാർക്കിന് എനിക്ക് എക്സാം പോയി. അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ, നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് അത് കിട്ടിയേനെ. ഉള്ളി വന്നപ്പോഴത്തേക്കും അത് പഠിക്കണം, അത് ചെയ്യണം എന്നുള്ളൊരിത് വന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഞാൻ കല്ലൂർ വിൻസ്പെയർ എന്ന് പറഞ്ഞ അവിടെ ഒരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്, ഒരു 3 മാസത്തെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്തു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ പകുതിക്കൊണ്ട് ഞാൻ നിർത്തിയത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നാളത്തേക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പഠിച്ച കാര്യങ്ങൾ വീണ്ടും എന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതിന് ടച്ച് ഞാൻ വിട്ടില്ല. പഠിക്കുന്ന ആ മൈൻഡിൽ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് എൻ്റെ ഈ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ പറയുന്നത് ടെൽക്ക് നോക്കാൻ പറഞ്ഞു. വീണ്ടും ഇതെല്ലാം തെറ്റി. ടെൽക്ക് പിന്നെ പഠിക്കേണ്ടതായിട്ട് വന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതിനെപ്പറ്റി. അങ്ങനെ ടെൽക്ക് പോയി എങ്ങനെ വന്നാലും കുറച്ചധികം നാൾ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ പേജിലൊക്കെ പോയി നിന്നാണ് പഠിച്ചത്. അങ്ങനെ ടെൽക്ക് പഠിച്ചു. ടെൽക്ക് എക്സാം ഞാൻ അപ്പോൾ അത് ട്രൗമ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയത്ത് അറിയായിരിക്കുമല്ലോ, ചങ്ങനാശ്ശേരി. അവിടെയാണ് ഇപ്പോൾ ടെൽക്കിൻ്റെ ഇത് മെയിൻ ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ട്രിവാൻഡ്രത്ത് പോയാണ് ടെൽക്ക് എക്സാം എഴുതുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ നമ്മളൊരു എക്സാം പോലെ എടുക്കും, എന്നിട്ട് നമുക്ക് പഠിക്കാൻ കയറ്റുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ പേഴ്സണലി എനിക്കും തോന്നിയിട്ടുണ്ട്, നമ്മൾ ജർമ്മൻ എത്ര പഠിച്ചാലും കുറച്ചുകൂടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അവർ എന്നോട് പറയുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എക്സാം പാറ്റേൺ പഠിക്കാൻ വേണ്ടി അത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ കുറച്ചധികം നാൾ അവിടെ റൂമിൽ പോയി. നന്നായിട്ട് പൈസയും ചിലവായിട്ടുണ്ട് ഇത് കൂടാണ്ട്. കാരണം B2 വരെ ഞാൻ പഠിച്ചിറങ്ങിയ ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞ് എക്സാം പ്രിപ്പറേഷൻ കലൂർ ആയപ്പോൾ അങ്ങനെ പൈസ, ഇങ്ങനെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോയിട്ടുണ്ട് പഠിക്കാൻ മാത്രം. അപ്പോൾ ഇത് എൻ്റെ മാത്രം സിറ്റുവേഷൻ അല്ലല്ലോ, ഇത് പഠിക്കാൻ കയറുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ ട്രൗമിൽ പഠിച്ച് ലാസ്റ്റ് എക്സാം എഴുതി. ഫസ്റ്റ് ടൈമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 135 മാർക്ക് നമുക്ക് വേണം. 129 സംതിങ്ങിലും എനിക്ക് നിന്നു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 4 എനിക്ക് കിട്ടിയില്ല. കാരണം എനിക്ക് എക്സാം പേഴ്സണലി നല്ല പാടായിരുന്നു. കാരണം ഗോയത്തെ പാറ്റേൺ പഠിച്ചു വന്ന് പെട്ടെന്ന് ടെൽക്കിലേക്ക് മാറി. പെട്ടെന്ന് തന്നെ എക്സാം എഴുതേണ്ടി വരുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ അത് ഭയങ്കര മൂഡ് കാര്യങ്ങളായിരുന്നു. ഞാൻ പിന്നെ അതും കിട്ടണം. കാരണം ഒരുപാട് നാളായി ഇതിനു വേണ്ടി. ഇപ്പോൾ എങ്ങനെ വന്നാലും ഒരു 2-2.5 വർഷത്തോളമായി. അപ്പോൾ ഇത് വെറുതെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഡിഗ്രിക്ക് പോലും ചെല്ലുന്നില്ല. ഇതിൻ്റെ ഒരു പുറകെ നടന്നിട്ട് 2.5 കൊല്ലം ഇതായെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാകും. പഠിക്കുന്ന സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഇത് അറിയായിരിക്കും. അങ്ങനെ വന്ന് ലാസ്റ്റ് 2ാം പ്രാവശ്യം എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. സ്പീക്കിംഗ് എനിക്ക് 1 മാർക്കിന് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്താണ് 1 മാർക്കിന് ഞാൻ പറയാനെന്ന് എനിക്കറിയില്ല. 1 മാർക്കിന് ഞാൻ പോയി. നെക്സ്റ്റ് ടൈമിൽ ഈ ഒരു മൊഡ്യൂൾ എഴുതാൻ വേണ്ടി വീണ്ടും 4 മൊഡ്യൂളിൻ്റെ പൈസയാണ് 27,000 രൂപയാണ് അവർ നെക്സ്റ്റ് ടൈമും വാങ്ങി. അത് ഞാൻ അന്വേഷിച്ചു. സെൽഫായിട്ട് പോയി നമ്മൾ എക്സാം എഴുതണമെങ്കിൽ ട്രിവാൻഡ്രത്ത് എക്സാം എഴുതി എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. ഞാൻ ട്രൗമിൽ പഠിച്ച ഒരാളാണ്. ആ ഒരു ഇതിന് കുറ്റം പറയുകയല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ്. ഞാൻ അവരറിയാണ്ട്, കാരണം 27 രൂപയാണ് സെക്കൻഡ് ടൈം സ്പീക്കിംഗ് മാത്രമായിട്ട് എഴുതാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു. ഞാൻ പോയി എക്സാം എഴുതിയപ്പോൾ അപ്പോഴും 1 മാർക്കിന് ഞാൻ എക്സാം പോയി. ഒന്ന് ആലോചിക്കണം, ഒരു എക്സാമിൻ്റെ പൈസയല്ല, 4 എക്സാമിൻ്റെ പൈസ കൊടുത്തേക്കുന്നത്. 1 മാർക്കിന് അവർ എന്താ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് അറിയില്ല.
അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ഇതിൽ അവിടെ അന്വേഷിച്ചു എക്സാമിനെ പറ്റി. നമുക്ക് സെൽഫായിട്ട് എടുക്കണമെങ്കിൽ എത്രയാവും, കാരണം ഇതിപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എടുക്കുമ്പോഴാണ് 27 രൂപ പറയുന്നത്. അപ്പോൾ 21 ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ സമ്മതിച്ചില്ല, ഇവിടെ ഞങ്ങൾ എടുത്ത് തരും, സെൽഫായിട്ട് എടുക്കണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ എൻ്റെ നെയിം എന്താണെന്ന് അവിടെ ഡേറ്റ് എടുക്കാനകത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടുത്തെ മാം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ടൗണിലെ സ്റ്റുഡൻ്റ് ആണോ, ഇതിനു മുമ്പ് എക്സാം എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ലാസ്റ്റ് 3-ാം പ്രാവശ്യവും ഇവരുടെ ഇതിൽ തന്നെ എടുക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് 2 മാർക്കിന് എക്സാം പോയി. പിന്നെ എനിക്ക് 27,000 രൂപ പോയി. ലാസ്റ്റ് ഞാൻ ഒന്നും നോക്കിയില്ല. ഇവിടെ കളമശ്ശേരിയിൽ, ഞാൻ അപ്പോൾ അങ്ങനെ അറിയുന്നത്, ഞാൻ അതിനെപ്പറ്റി പിന്നെ ഡീറ്റെയിൽ തിരക്കില്ല. കളമശ്ശേരിയിൽ ഞാൻ പോയി ഈ ഒരു സ്പീക്കിംഗ് എഴുതി. എനിക്ക് നല്ല മാർക്കോടെ എനിക്ക് സ്പീക്കിംഗ് കിട്ടി. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഗോയത്തെ ആയിക്കോട്ടെ ടെൽക്ക ആയിക്കോട്ടെ എഴുതുന്ന എല്ലാവർക്കും അറിയായിരിക്കും അവിടുത്തെ ആ ഒരു രീതികൾ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ബെറ്റർ നിങ്ങൾ കളമശ്ശേരിയിൽ എക്സാം എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ എനിക്ക് B2 കിട്ടിയിട്ടിരിക്കുവാണ്. അങ്ങനെ B2 പാസ്സായി. ഇപ്പോൾ നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, എല്ലാവരും നേരിടുന്ന അതേ പ്രോബ്ലം തന്നെയാണ്. ഏത് ഏജൻസിയാണ് നല്ലത്, അല്ലെങ്കിൽ എവിടെ കൊടുക്കണം. ഗൈസ്, അതിനെപ്പറ്റി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, കാരണം ഇത് ഭയങ്കര ലെങ്ത് ആയി പോകും. ഇപ്പം നമുക്ക് ഒരു കാര്യം ഇതിനെപ്പറ്റിയുള്ള മാത്രം നമുക്ക് സംസാരിക്കാം. ഞാൻ ഏജൻസിയിൽ അന്വേഷിച്ച് നടന്നു. അപ്പോൾ ട്രൗമിൽ ചോദിച്ചപ്പോഴത്തേക്കും 5 രൂപ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ച് 3.5 പറഞ്ഞേ. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി പറ്റിച്ചോ എന്ന് തന്നെ പറയാം. പിന്നെ എൻ്റെ ഫ്രണ്ടിന് അതേ ഏജൻസിയിലും, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് മറ്റുള്ള ഏജൻസിയിലും അനുഭവിച്ച കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ B2 സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടെന്ന് പറയുന്നു. എൻ്റെ വേറൊരു ഫ്രണ്ട് വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഏജൻസി 2ാമത് എക്സാം എഴുതിച്ചു. 2ാമത് എക്സാം എഴുതിയപ്പോൾ കിട്ടിയില്ല. ആദ്യം B2 എല്ലാം കിട്ടിയ ഒരാളാണ്. ഒരു ഭാഗത്ത് പറയുന്നു വാലിഡിറ്റി ഇല്ലയെന്ന്, വേറൊരു ഭാഗത്ത് പറയുന്നു വാലിഡിറ്റി ഉണ്ടെന്ന്. ചില ഏജൻസി പറയുന്നു വാലിഡിറ്റി കഴിഞ്ഞുകൊണ്ട് 2ാമത് എഴുതണം. ചിലർ പറയുന്നു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞുകൊണ്ട് വിസ റിജക്റ്റ് ആവും. ഇങ്ങനെ ഒത്തിരിയേറെ പ്രോബ്ലംസ് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഫേക്കായിട്ടുള്ള ഇതുണ്ട്, നല്ലതുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസിയെ കൊണ്ട് കൊടുത്തിട്ട് ഏജൻസി നിങ്ങളുടെ കാര്യം ചെയ്യുക, കാരണം അവർക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ആ ഒരു ആവശ്യമാണ് അവരെ പറഞ്ഞത് കയറി പോകാന്നുള്ളത്. ഇപ്പോൾ ഒത്തിരി പേര് ജർമ്മൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നെക്സ്റ്റ് ഞാൻ ഇതായിട്ട് നിൽക്കുവാണ്. എനിക്കിപ്പോൾ കൊടുത്ത സ്ഥലത്ത് നിന്ന് ക്യാഷ് പോലും ഞാൻ 1 lakh അടച്ചു, എനിക്ക് ക്യാഷ് പോലും കിട്ടാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ജർമ്മൻ പഠിക്കാൻ തുടങ്ങുന്നവരായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ B2 പാസ്സായിട്ട് ഏത് ഏജൻസി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ വേണ്ടി. കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നത് വരെ നിങ്ങളുടെ ഒരു ഇത് അതിൻ്റെ പുറകെ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പറയാം. താങ്ക്സ് എവറി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ സംശയം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.